ഇപ്പോൾ എം ഷിനാസ് ചരിത്രകാരൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. സർ നോക്കൂ, ഇത് ആദ്യമല്ല മുഗൾ ചരിത്രം ഈ തരത്തിൽ പാഠപുസ്തകത്തിൽ നിന്ന് കുട്ടികളാണല്ലോ പഠിച്ചു വളരേണ്ടവർ, അവരാണല്ലോ ചരിത്രത്തെ പറ്റി ആദ്യം അറിയേണ്ടതും. അങ്ങനെയാണ് മുൻപ് +2-ന്റെ 12ാം ക്ലാസിന്റെ പാഠപുസ്തകത്തിൽ നിന്ന് NCERT സമാനമായി തന്നെ മുഗൾ ചരിത്രത്തെ മാറ്റിയതും അത് വിവാദമായതുമാണ്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് മുഗൾ ചരിത്രം അവിടെ മാറ്റുന്നു എന്നുള്ളത് മാത്രമല്ല, മഹാകുംഭമേള വരെ 2025-ലെ കുംഭമേള വരെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് എന്ത് രാഷ്ട്രീയമാണ്? ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ രാഷ്ട്രീയമല്ല. 2-3 വർഷം മുമ്പ് 11-12 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് മുഗൾ ചരിത്രം അപ്പാടെ വെട്ടിയില്ലെങ്കിലും മുക്കാൽ ഭാഗവും വെട്ടി മാറ്റിയിരുന്നു. ഗാന്ധി വധത്തെ കുറിച്ചുള്ള വരികൾ, ഏതാണ്ടൊരു 130ഓളം വാക്കുകളുള്ള വരികൾ, ഗാന്ധിവധത്തിൽ ആരാണ് പങ്കുവഹിച്ചത്, അതിന്റെ ആരായിരുന്നു, ഗാന്ധിജിയെ വധിച്ചത് ആരാണ്, അതൊക്കെ വെട്ടിയിരുന്നു. അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള, ഗുജറാത്ത് വംശഹത്യയെ കുറിച്ചുള്ള പരാമർശങ്ങൾ വെട്ടി നീക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അക്കാലത്ത് തന്നെ ഏതാണ്ട് 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യുക്തീകരണ പ്രക്രിയ, റാഷണലൈസേഷൻ, കോവിഡ് കാലത്തെ പഠനഭാരം ഒഴിവാക്കാൻ വേണ്ടിയാണ് വെട്ടിയത് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ മധ്യകാല ഇന്ത്യയെ മുസ്ലിം ഭരണകാലത്തിന്റെ ഇന്ത്യയായി സമീകരിക്കുന്ന ഒരു പ്രവണത തുടങ്ങി വെച്ചത് ബ്രിട്ടീഷുകാരാണ്. ജെയിംസ് മില്ലിനെ പോലുള്ള ചരിത്രകാരന്മാർ ഏൻഷ്യന്റ് ഇന്ത്യയെ ഹിന്ദു ഇന്ത്യ എന്നും മധ്യകാല ഇന്ത്യയെ മുസ്ലിം ഇന്ത്യ എന്നും ബ്രിട്ടീഷ് ഇന്ത്യ അത് ക്രിസ്ത്യൻ ഇന്ത്യ എന്ന് വിളിച്ചില്ലെങ്കിലും ബ്രിട്ടീഷ് ഇന്ത്യ എന്നും വിളിച്ചു പോന്നു. ഇതേ ചരിത്ര വിഭജന രീതിയാണ് ഹിന്ദുത്വവാദികളും മുന്നോട്ട് വെച്ചത്. മധ്യകാലം വാസ്തവത്തിൽ മുഗളന്മാരും സുൽത്താനറ്റ് ഭരണാധികാരികളും മാത്രമായിരുന്നില്ല. വിജയനഗര രാജാക്കന്മാരുണ്ടായിരുന്ന ഒരു ഭാഗത്ത്, അതുപോലെ മറാത്തുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മധ്യകാലമാണ് വാസ്തവത്തിൽ ഭക്തി മൂവ്മെന്റും സൂഫി മൂവ്മെന്റും ഒക്കെയായി ഇന്ന് കാണുന്ന ഒരു സിൻക്രറ്റിക് ഇന്ത്യ, ഇന്ന് കാണുന്ന പിന്നീട് ഇന്ത്യയിൽ വളർന്നു വന്ന സിൻക്രറ്റിസം, ഈ സമന്വയ സംസ്കാരത്തിന് വിത്ത് പാകിയതും അത് ഊട്ടി ഉറപ്പിച്ചതും. ഇപ്പൊ മുഗളന്മാരിൽ ബാബർ തൊട്ട് ഇങ്ങോട്ട് ഔറംഗസേബ് വരെ നോക്കിയാൽ ഔറംഗസേബിനെ ആണ് കൂടുതൽ അവർ വെറുക്കുന്നത്. അതേസമയം ദാരാ ഷിക്കോ, ഔറംഗസേബിന്റെ മൂത്ത സഹോദരനായിരുന്നു ദാരാ ഷിക്കോയാണ് ഇന്ത്യയിലെ വേദങ്ങളും ഉപനിഷത്തുക്കളും ഇതിഹാസങ്ങളും ഒക്കെ പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മുൻകൈ എടുത്തതും. അങ്ങനെ ആ പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ടാണ് ഉപനിഷത്തുക്കളുടെ ആഴമേറിയ ദർശനം യൂറോപ്പിന് മനസ്സിലായതും അന്തം വിട്ടുപോയതും. അക്ബറുണ്ട്. അപ്പോൾ എല്ലാം മതത്തിന്റെ കള്ളിയിൽ ചേർത്ത് വെട്ടുന്ന പ്രവണതയാണ്. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, മൗലാന അബുൽ കലാം ആസാദ്, അംബേദ്കർ എന്നിങ്ങനെ കുറെ ആൾക്കാരുണ്ടായി, 4-5 പേരുണ്ടായിരുന്നു. എന്നതിൽ മൗലാന അബുൽ കലാം ആസാദിന്റെ പേര് മാത്രം വെട്ടിമാറ്റി. അപ്പം അത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് അന്നൊക്കെ വെട്ടിയത്. യുക്തീകരണ പ്രക്രിയ എന്ന യുക്തി ആഭാസജനമായ പ്രക്രിയ